ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം ലേവ്യ പുസ്തകം 24-25 അധ്യായങ്ങളാണ്. ലേവ്യ പുസ്തകത്തിലെ 24ഉം 25ഉം അധ്യായങ്ങൾ വിശുദ്ധി, ആരാധന, നീതി, കരുണ, നിയമബന്ധത്തിലുള്ള ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ തുടരുകയാണ്. ഈ അധ്യായങ്ങൾ വെറും ആചാരങ്ങളെയും യാഗങ്ങളെയും മാത്രം കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെതായ ഒരു സമൂഹം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ദൈവം ദൈവാലയ ആരാധനയിൽ മാത്രം താല്പര്യമുള്ളവനല്ല. മനുഷ്യൻ പരസ്പരം എങ്ങനെ പെരുമാറുന്നു, സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നിവയിലും അവൻ ശ്രദ്ധിക്കുന്നുവെന്ന് ഇവ വ്യക്തമാക്കുന്നു. 24-ാം അധ്യായം വിശുദ്ധ മന്ദിരത്തിലെ നിലവിളക്കിനെയും കാഴ്ചയപ്പത്തെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ ദീപങ്ങൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിനാൽ ഇസ്രായേലിയർ ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരുവാൻ കൽപ്പിക്കപ്പെട്ടു. അഹ്റോനും പുരോഹിതന്മാരും ദീപങ്ങൾ സ്ഥിരമായി പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം വഹിച്ചു. ഈ നിരന്തര ജ്വലനം ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ജനങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടെന്നതിൻ്റെ അടയാളമായിരുന്നു. ഈ അധ്യായം കാഴ്ചയപ്പത്തെക്കുറിച്ചും പറയുന്നു. 12 അപ്പങ്ങൾ ഓരോ ശബ്ബത്തിലും യഹോവയുടെ സന്നിധിയിൽ വയ്ക്കപ്പെട്ടു. അവ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചു. പിന്നീട് പുരോഹിതന്മാർ അവ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചു. ഇത് ദൈവത്തോടുള്ള കൂട്ടായ്മയെയും നിയമബന്ധത്തെയും ദൈവത്തിൻ്റെ പരിപാലനത്തെയും സൂചിപ്പിച്ചു. അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൽ ഒരു വഴക്കിനിടയിൽ യഹോവയുടെ നാമത്തെ ദൂഷിച്ച ഒരാളുടെ ഗുരുതരമായ സംഭവമാണ് രേഖപ്പെടുത്തുന്നത്. ആ മനുഷ്യനെ പൊതുവായി ന്യായം വിധിക്കണമെന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു. സമൂഹം അതനുസരിച്ച് ശിക്ഷ നടപ്പാക്കി. അധ്യായത്തിൻ്റെ അവസാനത്തിൽ ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നീതി പ്രമാണങ്ങൾ നൽകപ്പെടുന്നു. ഈ നിയമങ്ങൾ പ്രതികാരത്തെ നിയന്ത്രിക്കുകയും നീതിയും സമത്വവും ഉറപ്പാക്കുകയും ചെയ്തു. നിരന്തരം ജ്വലിച്ചുകൊണ്ടിരുന്ന ദീപം ആത്മീയമായി ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ വിളിക്കപ്പെടുന്നു. യേശു തന്നെ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പ്രഖ്യാപിച്ചു. ഇന്നത്തെ സഭയും ഇരുണ്ട ലോകത്തിൽ പ്രകാശമായി തിളങ്ങുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കാഴ്ചയപ്പം യഥാർത്ഥ ജീവനും പോഷണവും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് യേശു തന്നെ ജീവൻ്റെ അപ്പം എന്ന് വെളിപ്പെടുത്തി. അപ്പം എപ്പോഴും ദൈവസന്നിധിയിൽ നിലകൊണ്ടതുപോലെ വിശ്വാസികളും നിരന്തരം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ വിളിക്കപ്പെടുന്നു. ദൈവനിന്ദയ്ക്കുള്ള ശിക്ഷ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വിശുദ്ധിയെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സംസ്കാരത്തിൽ ദൈവത്തിൻ്റെ നാമം പലപ്പോഴും അനാദരവോടെയും ലാഘവത്തോടെയും ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ ലേവ്യ പുസ്തകം ദൈവം വിശുദ്ധനാണെന്നും അവൻ ബഹുമാനത്തിനും ഭക്തിക്കും അർഹനാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വാക്കുകളും ആരാധനയും ജീവിതശൈലിയും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. നീതിയെക്കുറിച്ചുള്ള നിയമങ്ങൾ ദൈവത്തിൻ്റെ സമതുലിതമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവം കരുണാമയനാണ്, എന്നാൽ അവൻ നീതിമാനും കൂടിയാണ്. ഇസ്രായേലിലെ നീതി പ്രമാണങ്ങൾ ക്രൂരത പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ക്രമവും ന്യായവും നിലനിർത്തുവാനായിരുന്നു. ആത്മീയമായി ഇത് പാപികൾക്ക് വേണ്ടി വിധി സഹിച്ച ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. ഈ അധ്യായത്തിൽ നിന്ന് ഇന്നത്തെ വിശ്വാസികൾക്ക് പഠിക്കുവാനുള്ള നിരവധി പാഠങ്ങളുണ്ട്. ഒന്നാമതായി, നിലവിളക്ക് ആത്മീയ ഭക്തി ജീവിതം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിക്കുന്നു. പ്രാർത്ഥന, ആരാധന, തിരുവചന ധ്യാനം എന്നിവ വിശ്വാസിയുടെ ആത്മീയ വെളിച്ചം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവ അവഗണിക്കുമ്പോൾ ആത്മീയ ജീവിതം മങ്ങിത്തുടങ്ങും. രണ്ടാമതായി, കാഴ്ചയപ്പം ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ദിനംപ്രതി ആശ്രയിക്കുവാൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. പലരും ലൗകിക വിജയം, വിനോദം, സമ്പത്ത് എന്നിവയിൽ സംതൃപ്തി നേടുന്നു. എന്നാൽ യഥാർത്ഥ ആത്മീയ പോഷണം ക്രിസ്തുവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. മൂന്നാമതായി, വിശ്വാസികൾ ദൈവത്തിൻ്റെ നാമത്തെ വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെയും ബഹുമാനിക്കണം. ക്രിസ്തുവിനെ പ്രസ്താവിച്ചിട്ടും അസത്യത്തിലും അഴിമതിയിലും ജീവിക്കുന്ന വിശ്വാസി ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുന്നു. അവസാനമായി, ഈ അധ്യായം നീതിയും ന്യായവും അനുഷ്ഠിക്കുവാൻ വിശ്വാസികളെ വിളിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം വെറും വ്യക്തിപരമായ ആത്മീയതയല്ല, അത് ധാർമ്മികതയും സത്യസന്ധതയും മറ്റുള്ളവരോടുള്ള നീതിപൂർണമായ പെരുമാറ്റവും ഉൾക്കൊള്ളുന്നു. 25-ാം അധ്യായം ശബത്ത് വർഷത്തെയും യോബേൽ സംവത്സരത്തെയും കുറിച്ച് അവതരിപ്പിക്കുന്നു. ഓരോ 7-ാം വർഷവും ഭൂമി വിശ്രമിക്കേണ്ടതായിരുന്നു. ആ വർഷത്തിൽ സാധാരണ പോലെ വിതയിടുകയോ കൊയ്ത്ത് നടത്തുകയോ ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെട്ടു. 6-ാം വർഷത്തിൽ തന്നെ മതിയായ അനുഗ്രഹം നൽകാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. 7 ശബത്ത് വർഷങ്ങൾക്ക് ശേഷം 50-ാം വർഷം യോബേൽ സംവത്സരമായി പ്രഖ്യാപിക്കപ്പെട്ടു. യോബേൽ വർഷത്തിൽ വിറ്റുപോയ ഭൂമികൾ യഥാർത്ഥ കുടുംബങ്ങൾക്ക് തിരികെ ലഭിച്ചു. അടിമകളായ ഇസ്രായേലിയർ മോചിതരായി. കടബാധ്യതകൾക്ക് ഒരു പുതു തുടക്കം ലഭിച്ചു. ഇതിലൂടെ സ്ഥിരമായ ദാരിദ്ര്യവും തലമുറകളിലേക്കുള്ള നഷ്ടവും തടയപ്പെട്ടു.
ഭൂമി യഥാർത്ഥത്തിൽ തനിക്കുള്ളതാണെന്നും മനുഷ്യർ വെറും പരിപാലകരാണെന്നും ദൈവം ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക കാര്യങ്ങളിൽ പരസ്പരം ചൂഷണം ചെയ്യരുതെന്നും ദൈവത്തെ ഭയപ്പെട്ട് കരുണയോടെ പെരുമാറണമെന്നും അവരോട് കൽപ്പിക്കപ്പെട്ടു. ദരിദ്രർക്കായി പ്രത്യേക കരുതൽ കാണിക്കപ്പെട്ടു. ഒരു ഇസ്രായേലിയൻ ദരിദ്രനായാൽ അവനെ സഹായിക്കണം. അവൻ്റെ അവസ്ഥ മുതലെടുക്കരുത്. ദാരിദ്ര്യം കാരണം ആരെങ്കിലും അടിമത്തത്തിലേക്ക് വിറ്റാലും അവനോട് കഠിനമായി പെരുമാറരുത്. ശബത്ത് വർഷം ദൈവത്തിൻ്റെ പരിപാലനത്തിൽ വിശ്വാസം വയ്ക്കുവാൻ പഠിപ്പിക്കുന്നു. ഭൂമിയെ വിശ്രമിപ്പിക്കുന്നത് വിശ്വാസം ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു. സാധാരണ തൊഴിൽ ഇല്ലാത്തപ്പോഴും ദൈവം പരിപാലിക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കേണ്ടി വന്നു. ആത്മീയതമായി നോക്കുമ്പോൾ അന്തിമ സുരക്ഷ മനുഷ്യപ്രയത്നത്തിലല്ല, ദൈവത്തിലാണെന്ന് വിശ്വാസികൾ ഓർമ്മിക്കപ്പെടുന്നു. യോബേൽ സംവത്സരം പഴയ നിയമത്തിലെ വീണ്ടെടുപ്പിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും ഏറ്റവും വ്യക്തമായ ചിത്രങ്ങളിലൊന്നാണ്. അത് സ്വാതന്ത്ര്യത്തെയും ക്ഷമയെയും പുതിയ തുടക്കത്തെയും പ്രതിനിധീകരിച്ചു. പുതിയ നിയമത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് ആത്മീയ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് യേശു യോബേലിൻ്റെ ആഴത്തിലുള്ള അർത്ഥം പൂർത്തിയാക്കുന്നു. യോബേൽ ദൈവം ചൂഷണത്തിനും പ്രത്യാശയില്ലായ്മയ്ക്കും എതിരാണെന്ന് വെളിപ്പെടുത്തുന്നു. സമ്പന്നർ ദരിദ്രരെ എന്നും അടിച്ചമർത്തുന്ന ഒരു സമൂഹം ദൈവം ആഗ്രഹിച്ചില്ല. അവൻ്റെ നിയമങ്ങൾ പുനഃസ്ഥാപനത്തിനും മാന്യതയ്ക്കും അവസരം നൽകി. ഭൂമി ദൈവത്തിൻ്റേതാണ് എന്ന സത്യം പരിപാലകത്വത്തെ പഠിപ്പിക്കുന്നു. മനുഷ്യർ കൈവശം വയ്ക്കുന്നതെല്ലാം ഒടുവിൽ ദൈവത്തിൻ്റേതാണ്. സമ്പത്ത്, സ്വത്ത്, കഴിവുകൾ, അവസരങ്ങൾ എല്ലാം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളാണ്. ഈ അധ്യായത്തിനും ഇന്നത്തെ വിശ്വാസികൾക്കായി ശക്തമായ സന്ദേശങ്ങളുണ്ട്. ഒന്നാമതായി, ഭൗതിക സുരക്ഷയെക്കുറിച്ചുള്ള സ്ഥിരമായ ആശങ്കയിൽ ജീവിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വിശ്വാസികൾ വിളിക്കപ്പെടുന്നു. ഇന്നത്തെ ലോകം നിരന്തര ഉൽപ്പാദനത്തെയും സാമ്പത്തിക സമ്പാദ്യത്തെയും മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ദൈവം വിശ്രമത്തിനും ആശ്രയത്തിനും സമതുലിത ജീവിതത്തിനും വില കൊടുക്കുന്നു. രണ്ടാമതായി, യോബേലിൻ്റെ തത്വം വിശ്വാസികളെ പുനഃസ്ഥാപനത്തിൻ്റെ പ്രവർത്തകരാകുവാൻ പ്രേരിപ്പിക്കുന്നു. കടബാധ്യത, ലഹരി, അപമാനം, തകർച്ച എന്നിവയിൽ വീണുപോയവരെ ഉയർത്തുവാൻ നാം മുന്നോട്ട് വരണം. സുവിശേഷം തന്നെയാണ് ആത്മീയ യോബേലിൻ്റെ സന്ദേശം. മൂന്നാമതായി, സാമ്പത്തിക ഇടപാടുകളിൽ കരുണ കാണിക്കുവാൻ വിശ്വാസികൾ ഓർമ്മിക്കപ്പെടുന്നു. ലാഭത്തിനായി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തോട് വിരുദ്ധമാണ്. തൊഴിലുടമകളും വ്യാപാരികളും തൊഴിലാളികളും ഒരുപോലെ സത്യസന്ധതയിലും കരുണയിലും നടക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവസാനമായി, പരിപാലകത്വം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്ര വിഷയമാണ്. എല്ലാം ദൈവത്തിൻ്റേതാണ്. വിശ്വാസികൾ ഉടമകൾ അല്ല, അവർ പരിപാലകരാണ്. ഈ കാഴ്ചപ്പാട് പണം, സമയം, സ്വത്ത്, സ്വാധീനം എന്നിവ ഉപയോഗിക്കുന്ന രീതിയെ മാറ്റിമറിക്കുന്നു. ലേവ്യ പുസ്തകം 24-25 അധ്യായങ്ങൾ വിശുദ്ധിയുടെയും കരുണയുടെയും മനോഹരമായ സമതുലിതാവസ്ഥയാണ് അവതരിപ്പിക്കുന്നത്. ദൈവം വിശുദ്ധനാണ്, അവൻ്റെ നാമം ബഹുമാനിക്കപ്പെടണം. എന്നാൽ അവൻ കരുണാമയനുമാകുന്നു. ദരിദ്രർക്ക് പുനഃസ്ഥാപനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അവൻ നൽകുന്നു. ഈ അധ്യായങ്ങളൊടുവിൽ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിലവിളക്ക് പ്രതിനിധീകരിക്കപ്പെട്ട വെളിച്ചവും കാഴ്ചയപ്പത്തിൽ പ്രതിനിധീകരിക്കപ്പെട്ട ജീവൻ്റെ അപ്പവും യോബേലിൽ മുൻകൂട്ടി കാണിക്കപ്പെട്ട വീണ്ടെടുപ്പുകാരനും ക്രിസ്തുവാണ്. അവനിലൂടെ വിശ്വാസികൾക്ക് ക്ഷമയും പുനഃസ്ഥാപനവും നീതിയും ദൈവത്തോടുള്ള നിത്യ കൂട്ടായ്മയും ലഭിക്കുന്നു. സുവിശേഷം ലേവ്യ പുസ്തകത്തിൻ്റെ ആഴത്തിലുള്ള വിഷയങ്ങളുടെ പൂർത്തീകരണമാണ്. യാഗത്തിലൂടെ വിശുദ്ധി, നിയമബന്ധത്തിലൂടെ കൂട്ടായ്മ, വീണ്ടെടുപ്പിലൂടെ പുനഃസ്ഥാപനം. പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ദൈവസാന്നിധ്യത്തിലെ കൂട്ടായ്മയിലൂടെയും ഞാൻ ആത്മീയ ദീപം ദിനംപ്രതി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ ദൈവത്തിൻ്റെ നീതിയും കരുണയും പുനഃസ്ഥാപന ഹൃദയവും പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.